കേന്ദ്ര സർക്കാരിനും കേരളം ഉൾപ്പെടെയുള്ള 18 സംസ്ഥാന സർക്കാരുകൾക്കും സുപ്രീം കോടതിയുടെ വിമർശനം. പോലീസ് സ്റ്റേഷനുകളിൽ CCTV സ്ഥാപിക്കണമെന്ന കോടതി ഉത്തരവ് നടപ്പാക്കിയോ എന്നറിയിക്കാത്തതിലാണ് വിമർശനം. കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് പ്രശസ്തമായ കേരളവും റിപ്പോർട്ട് നൽകിയില്ലെന്നും നിർദ്ദേശത്തെ കേന്ദ്ര സർക്കാർ ഗൗരവമായി എടുത്തില്ലെന്നും വിമർശനമുണ്ട്. ശ്യാം ദേവരാജ, എന്താണ് വിമർശനത്തിന്റെ അടിസ്ഥാനം? പോലീസ് സ്റ്റേഷനുകളിൽ CCTV സ്ഥാപിക്കണം എന്നായിരുന്നു നേരത്തെ സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം. ഈ ഉത്തരവ് നടപ്പാക്കിയോ എന്ന് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും അറിയിക്കണമെന്ന നിർദ്ദേശവും കൂടി സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും നൽകുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിലാണ് കേരളം ഇന്ന് സത്യവാങ്മൂലം നൽകിയില്ല. തുടർന്നാണ് ആകെ 11 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം നൽകിയത്. ഇതിലാണ് കേന്ദ്ര സർക്കാരിനും കേരളം ഉൾപ്പെടെയുള്ള 18 സംസ്ഥാന സർക്കാരുകൾക്കുമെതിരെ സുപ്രീം കോടതി വിമർശനം ഉന്നയിക്കുന്നത്. കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന്റെ പ്രശസ്തമായ കേരളം പോലും ഈ റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന വിമർശനവും കൂടി സുപ്രീം കോടതി ഉയർത്തുകയും ചെയ്തു. ഇത്രയും പുരോഗമിച്ച കേരളം റിപ്പോർട്ട് നൽകാൻ മടിക്കുന്നത് എന്തിന് എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഉയർത്തിയത്. ഈ നിർദ്ദേശത്തെ കേന്ദ്ര സർക്കാർ ഗൗരവമായി എടുത്തില്ല എന്ന കാര്യവും കൂടി സുപ്രീം കോടതി വിമർശനമായി വ്യക്തമാക്കുകയും ചെയ്തു. മധ്യപ്രദേശ് മാത്രമാണ് ഈ മാതൃകാപരമായ ഉത്തരവ് നടപ്പാക്കി എന്ന് അറിയിച്ചത് എന്ന കാര്യമാണ് സുപ്രീം കോടതി നിന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ജസ്റ്റിസ് സന്ദീപ് മേത്ത അധ്യക്ഷനായ 2 അംഗ ബെഞ്ചിലാണ് ഈ വിമർശനം. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.